ഇത് വലിയൊരു മലയണ്ണാൻ്റെ രൂപമാണ് കേട്ടോ. ഇതും ചെടികൾ എന്തോ വെച്ചാണ് അറേഞ്ച് ചെയ്തേക്കണേന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളിതാ ഒരു ആനയുടെ വലിയൊരു പ്രതിമ കേട്ടോ. ഇവിടെ അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരു തവണ കൊണ്ടുവന്നിട്ടുണ്ട്. അവന് 8-9 മാസം ഉണ്ടായിരുന്നപ്പോഴാണ് അവൻ ആദ്യമായിട്ട് മൂന്നാർ കൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ ഇവിടെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഇത്രയ്ക്കൊരു ഭംഗിയൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ വന്നുകൊണ്ട് നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ വരെ ആമി ഉമ്മയുടെ കയ്യിലായിട്ട് വരുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആശ താഴോട്ട് ഇറങ്ങി. ആനയ്ക്ക് എന്തോ ജീവനുണ്ടെന്ന മട്ടിലാണ് ആമി ആനയുടെ അടുത്തോട്ട് പോകുന്നത് കേട്ടോ. ഒരു അത്ഭുതമുണ്ട്, പേടിയൊക്കെ ഉണ്ട്. എന്നാലും രണ്ടും ഭാവിച്ച ആൾ ആനേനെ തൊട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാന്നായപ്പോൾ എൻ്റെ കയ്യിലൊന്നും ആരും പിടിക്കണ്ട, ഞാൻ തന്നെ നടന്നോളാമെന്ന് മട്ടിലായി ആൾ. ഇവിടെ ഗാനമേളയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഒറിജിനൽ സൗണ്ട് നമുക്കിതിനകത്ത് ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ അവർ അനൗൺസ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിയണം. കാരണം അവരിങ്ങനെ ഓരോ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടോയെന്നും ഓരോ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടോ എന്നൊക്കെ അവരിങ്ങനെ